നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 50-ാം വാർഷികം പൂർവ്വം കൊണ്ടാടുകയാണ്. നമുക്കറിയാം, 1947 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന വേളയിൽ നമുക്ക് നമ്മുടെ രാജ്യത്തെ വിഭജിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായതൊന്നും നാം മറന്നിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബ്രിട്ടീഷ് ആധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള മഹാത്മജിയെ പോലെ, സർദാർ വല്ലഭായി പട്ടേലിനെ പോലെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, വീര സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. ആ സ്വാതന്ത്ര്യത്തിന്റെ 80-ാം പിറന്നാളാണ് നമ്മൾ ഈ അവസരത്തിൽ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, 2014 വരെ സ്വാതന്ത്ര്യത്തിന് ആഘോഷം ഒരു വഴിപാട് ചടങ്ങായി മാറുകയായിരുന്നെങ്കിൽ 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആഗസ്റ്റ് മാസം 9-ാം തീയതി ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആഗസ്റ്റ് 15-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം വളരെ ആഘോഷപൂർവം നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സമയത്ത് ഈ രാജ്യത്ത് വിഭജനത്തിനായി പോരാട്ടം നടത്തുന്ന സാഹചര്യവും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഹിന്ദുക്കളോടൊപ്പം ജീവിക്കാൻ സാധ്യമല്ല എന്നും ഞങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം വേണമെന്നുമുള്ള വാദം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നത്. അവസാനം അധികാരമോഹികൾ രാജ്യത്തെ വിഭജിച്ചു കൊടുത്തും തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ശ്രമം നടത്തിയതും നാം ഒന്നും മറന്നിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്താണ് ഈ കേരളത്തിന്റെ മണ്ണിൽ അടക്കമുള്ള ഈ രാജ്യത്തിന്റെ മണ്ണിൽ പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യവും ഗ്രാമങ്ങളിൽ വിളിച്ച് ഗ്രാമങ്ങളിൽ മുഴങ്ങിയത് നമ്മൾ ആരും മറന്നിട്ടില്ല. കാശ്മീർ ആവർത്തിക്കും കേരളത്തിന്റെ മണ്ണിലെന്ന് പ്രസംഗിച്ചവർ, പ്രചരിപ്പിച്ചവരും ഈ കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നോക്കൂ, സ്വാതന്ത്ര്യത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും വിഭജനത്തിന്റെ ശക്തികൾ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായി രംഗത്ത് വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന ഭരണകൂടം നമ്മുടെ കേരളത്തിൽ UDF ഭരണകൂടം അധപ്പതിച്ചിരിക്കുന്നു എന്നതും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ശ്വസിക്കുന്നതിനായി മാസങ്ങളോളം ജയിലറക്കുള്ളിൽ കിടന്നിട്ട് വീര സവർക്കർ എന്ന ദേശാഭിമാനിയെ കുറിച്ച് ഒരു ചോദ്യ പേപ്പറിൽ ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യം ഉയർത്തി എന്നതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ തോളത്തിരുന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ് ഒരധ്യാപകനെ കാസർഗോഡ് സസ്പെൻഡ് ചെയ്തത് ഈ സാക്ഷര കേരളത്തിലാണ്. രാജ്യമാസകലം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുമ്പോഴാണ് കേരളത്തിന്റെ മണ്ണിൽ വീര സവർക്കറെ കുറിച്ചുള്ള ഒരു ചോദ്യം ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു അധ്യാപകന് സസ്പെൻഷൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മുസ്ലിം ലീഗിന്റെ നേതാവാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഒരക്ഷരം പ്രതികരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷവും തയ്യാറായില്ല. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യവിരുദ്ധ നിലപാടിന്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് കേരളം കാശ്മീർ ആവർത്തിക്കുമെന്ന് പറഞ്ഞ നാടാണ്. കാശ്മീർ നമ്മൾ നോക്കൂ, മോദിജി വന്നതിന് ശേഷം 370-ാം വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് ശാശ്വതമായ സമാധാനത്തിലേക്ക് കാശ്മീർ അടുത്തു വന്നപ്പോൾ, കാശ്മീരിൽ പൂർണ്ണമായ സമാധാനം പുലർന്നപ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തോടുകൂടി ഇന്ന് കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ കാണുകയാണ്. ഇപ്പൊ പറയുന്നത്, ഞങ്ങൾ വന്ദേ മാതര ഗീതം പൂർണ്ണമായി ആലപിക്കില്ല എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക്
ധീരദേശാഭിമാനികൾ നടന്നെടുക്കുമ്പോൾ, സമര പോരാട്ടത്തിനിറങ്ങുമ്പോൾ അവർക്ക് ആവേശപ്രചോദിതമായത് വന്ദേമാതര ഗീതം പാടിക്കൊണ്ടാണ്. വന്ദേമാതര ഗീതം പാടിക്കൊണ്ട് സമരമുഖത്ത് പോരാടി സ്വാതന്ത്ര്യം നേടിയ നാടാണിത്. ആ നാട്ടിലാണ് ആ വന്ദേമാതരം ഞങ്ങൾ പൂർണ്ണമായി ആലപിക്കില്ല എന്ന് വെല്ലുവിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നിയമം പാസാക്കിയതാണ്, പാർലമെന്റ് അംഗീകരിച്ചതാണ്. എന്നിട്ടും പാടില്ല എന്ന് പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളെ തിരിച്ചറിയണമെന്നാണ് ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ 80ാം വാർഷികത്തിൽ നാം ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഇവിടെ PM-ശ്രീ നടപ്പിലാക്കില്ല, ഇവിടെ വന്ദേമാതര ഗീതം പാടില്ല. വീര സവർക്കറാണ് ഏറ്റവും അധിക കാലം ജയിലിൽ കിടന്നു എന്ന സത്യം അത് ഞങ്ങൾ അംഗീകരിച്ചു തരില്ല എന്ന് പറയുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഓശാന പാടുന്നവരാണ് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എന്നത് നമ്മൾ ഗൗരവപൂർവ്വം തിരിച്ചറിയണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷിക വേളയിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ശക്തി പ്രാപിച്ചു വരുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ നാം തിരിച്ചറിഞ്ഞേ പറ്റൂ. നോക്കൂ നിങ്ങൾ, ഇത് മതേതര കേരളമാണെന്ന് നാഴികക്ക് 40 വട്ടം വീമ്പ് പറയുന്നവർ, ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളുകളാണെന്ന് വീമ്പ് പറയുന്നവർ, നോക്കൂ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലാണ് തൊറയൂർ പഞ്ചായത്തിലെ കല്യാണ മണ്ഡപം, ആ ഇരിങ്ങത്ത് പ്രവർത്തിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് മാത്രമേ ഭക്ഷണം വിളമ്പാൻ പാടുള്ളൂ, അവരുടെ നെറ്റിയിലെ ചിന്തൂരം മായ്ക്കണമെന്ന് അവിടുത്തെ മുതലാളിമാർ വാശി പിടിച്ചപ്പോൾ ഒരക്ഷരം ഉരിയാടാൻ ഇവിടത്തെ ഭരണകൂടമോ ഇവിടത്തെ MLA-യോ ഇവിടത്തെ ഭരണാധികാരികളോ ശ്രമിക്കുന്നില്ല എന്നതും അതീവ ഗൗരവമുള്ളതാണ്. ഞാനിത് പറഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ വളരെ അപകടകരമായ തരത്തിൽ ഭീകരവാദ പ്രവർത്തനം ശക്തിപ്പെടുന്നു. അതിനിരുമുന്നണികളും അവർക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ, ഈ രാജ്യത്തിന്റെ മണ്ണിൽ ദേശവിരുദ്ധ ശക്തികളെ നേരിടാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. കാശ്മീരിന്റെ 370ാം വകുപ്പ് എടുത്തു മാറ്റിയതിനു ശേഷം നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ കാശ്മീരിൽ നിർഭയമായി അവിടെ ടൂറിസത്തിന് പോകാൻ അവിടെ ആളുകൾ തയ്യാറാവുന്ന, ഒന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പൂർണ്ണമായ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ, ഭീകരവാദത്തെ നിലക്ക് നിർത്താൻ സാധിച്ച സർക്കാരാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് വലിയ മുന്നേറ്റമാണ് നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. മോദിജി വന്നതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക മേഖല പോലും വലിയ തോതിൽ ലോകത്തിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു. ലോകരാഷ്ട്രങ്ങളുടെ നേതൃത്വം ഭാരതത്തിന്റെ കൈകളിലാണ്. അതുകൊണ്ട് വലിയ തോതിൽ ഭാരതം ഇന്ന് കുതിച്ചു ചാടുന്നു, വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചു മുന്നേറുന്നു. ആ ഒരു മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം തീർച്ചയായും നമുക്ക് ഈ രാജ്യത്തിന്റെ ദേശബോധം ഉണർത്താൻ, ദേശാഭിമാന ബോധം ഉയരാൻ ഈ അവസരം നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഭാരത്.